Hello guys, welcome to our channel. വീട്ടിൽ നിന്നും രാവിലെ 5:30 തന്നെ പുറപ്പെട്ടു. ഇരുട്ട് വഴിയാണ് യാത്ര. കൊട്ടിയൂരും കടന്ന് പാൽച്ചുരത്തിലേക്ക്. പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പാൽച്ചുരം. കണ്ണൂർ, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. അമ്പായത്തോടും കഴിഞ്ഞ് നമ്മൾ ചുരം കയറി തുടങ്ങി. 5 ഹെയർപിൻ വളവുകൾ താണ്ടി മുകളിലേക്ക്. തേയിലത്തോട്ടങ്ങൾ അതിരിട്ട റോഡിലൂടെ വയനാടൻ തണുപ്പും മഞ്ഞും നുകർന്ന് ആദ്യം എത്തിയത് മാനന്തവാടിയിൽ ആണ്. നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് പഴശ്ശി പാർക്കിലേക്കാണ്. 9 മണിക്കാണ് പ്രവേശനം ആരംഭിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഞങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പ്രവേശിച്ചതും ഞങ്ങളായിരുന്നു. മുളങ്കൂട്ടങ്ങളും പുഴയോരവും കുട്ടികളുടെ പാർക്കുമൊക്കെയായി ആരെയും ആകർഷിപ്പിക്കുന്ന മനോഹരമായ സ്ഥലമാണ് പഴശ്ശി പാർക്ക്. കുറച്ച് കൂടുതൽ ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ കുട്ടികൾക്കായിരിക്കും. ഞങ്ങളുടെ അടുത്ത യാത്ര പഴശ്ശി ശവകുടീരത്തിലേക്കായിരുന്നു. മാനന്തവാടിയിലാണ് പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഈ ശവകുടീരത്തിന് അടുത്തായി മനോഹരമായ പൂന്തോട്ടവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മഹാനായ വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് പഴശ്ശിരാജ ശവകുടീരം. പാൽച്ചുരം കയറി വരുന്നവർക്ക് പഴശ്ശി ശവകുടീരം കഴിഞ്ഞ് പഴശ്ശിപ്പാറയിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമായ മീൻമുട്ടിയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. 3 തട്ടുകളിലായി 300 മീറ്റർ ഉയരത്തിൽ നിന്നും ജലം താഴോട്ടേക്ക് വീഴുന്നു. എന്നാൽ വെള്ളം കുറവായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ആസ്വാദനം ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. ഞങ്ങൾ അടുത്തതായി എത്തിപ്പെട്ട സ്ഥലമാണ് കർലാട് തടാകം. വയനാടിൻ്റെ ഏറ്റവും മികച്ച അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. വൈത്തരിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററും ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും 3 കിലോമീറ്ററും അകലെയാണ് ഈ പ്രകൃതിദത്തമായ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിലെ ജോർജോയ്സ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലാണ് നമ്മൾ അന്നത്തെ ദിവസം താമസിച്ചത്. അവിടുത്തെ അനുഭവം എടുത്തു പറയേണ്ടതാണ്. മികച്ച സേവനവും അതുപോലെ തന്നെ
സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതാണ്. എന്തിനായാലും ഒന്നാമത്തെ ദിവസത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു.